ഇന്നും പതിവ് പോലെ നമ്മുടെ യാത്ര വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇന്ന് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലത്താണ്. ആരുടെയും വീട്ടിലൊന്നുമല്ല, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സ്ഥലമായിരിക്കും. സാധാരണ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു വളവിൻ്റെ അല്ല, ടേൺ ചെയ്യേണ്ടടുത്ത് വന്നിട്ട് ആലോചിക്കുന്നത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ റോഡെന്ന് പറഞ്ഞാൽ കൂരാലി എന്ന് പറയുന്ന സ്ഥലമാണേ. പൊൻകുന്നത്തോട്ടും പോവാം, പാലായ്ക്കും പോവാം. നമ്മൾ പൊൻകുന്നം റൂട്ട് എടുത്തു, PP റോഡ് വഴി പൊൻകുന്നത്ത് എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് പൊൻകുന്നം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അവിടെയൊക്കെ കഴിഞ്ഞ് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പൊൻകുന്നത്തെ പള്ളി. പൊൻകുന്നത്തെ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പാസ് ചെയ്ത്, ഇത് നാട്ടിലുള്ളവർക്ക് കോട്ടയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നമൊക്കെ ഉള്ളവർക്ക് അറിയാവുന്ന റോഡായിരിക്കും അല്ലേ. അതുവഴി നമ്മൾ നേരെ പോവുകയാണ് സുഹൃത്തുക്കളെ. എങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ, വലിയ സസ്പെൻസ് ഒന്നും അല്ല കേട്ടോ. ഇത് ചിറക്കടവാണ്. ഇത് നമ്മുടെ ചിറക്കടവ് അമ്പലം. പണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ആൽമരമാണ്, ഇപ്പോൾ അത് വെട്ടിക്കളഞ്ഞെന്ന് തോന്നുന്നു. ഈ വഴി മണ്ടലേക്ക് പോവുകയാണെങ്കിൽ ലിറ്റുമോളുടെ വീട്ടിൽ പോവാം അല്ലേ. ആ വഴിക്കൂടെ മണ്ടലോട്ട് പോയി ചാംതാൽ എന്ന് പറഞ്ഞ സ്ഥലത്തിയല്ലാവേ, അതുവഴി എൻ്റെ വീട്ടിലോട്ട് പോകുന്നേ. കുറുക്ക് വഴി അങ്ങനെ പോവാം. അതുവഴി ഒന്നും പോയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ പറയാൻ വന്നത്, എനിക്ക് വണ്ടി ഓടിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു റോഡാണ്. എന്നാ രസമാണെന്ന് അറിയാം ഇതുവഴി വണ്ടി ഓടിക്കാൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു സൈഡിൽ മണിമല ആറ, കുറച്ചുകൂടെ അങ്ങ് ചെന്ന് കഴിയുമ്പം പിന്നെ റോഡ് നല്ല അടിപൊളി റോഡാണ്, നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള റോഡാണ്. പിന്നെ മണിമലയാറ് എന്ത് ഭംഗിയാണെന്നറിയോ, ഒരു സൈഡിൽ കൂടെ ആറിങ്ങനെ ഒഴുകുന്നു, ഒരു സൈഡിൽ മറ്റേ സൈഡിൽ നല്ല അടിപൊളി റോഡ്. റോഡ് കണ്ടില്ലേ, എന്താ സുഖം. ഇതുവഴിയൊക്കെ നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് പോകാം. ഒരു പ്രത്യേക സുഖം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ പറയുന്നത്, ഒരു വളച്ചുചുറ്റാണ്, പക്ഷേ എൻ്റെ വീട്ടിൽ ഇതുവഴിയും പോകാം. മണിമലയാറൊക്കെ കണ്ടോ, നല്ല വറ്റി വരണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആറ്റിൽ കുളിക്കാനൊക്കെ നല്ല സമയമാണ്. കാരണം വലിയ ഒഴുക്കൊന്നുമില്ല, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളങ്ങളേ ഉള്ളൂ. കയവുള്ള ഭാഗമല്ല, അല്ലാത്തടത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ആറ്റിൽ കുളിക്കാൻ പോകണമെന്നൊക്കെ ഇപ്രാവശ്യം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് ഈ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന അയ്യപ്പന്മാരൊക്കെ, പ്രത്യേകിച്ച് എരുമേലി ഭാഗം പോകുമ്പോൾ പറയും അവിടെ മൊത്തം അവർ ആറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് ആറ്റിൽ കുളിക്കാനൊരു മടി. അടുത്ത പ്രാവശ്യം ഞാൻ ഓർത്തു, ഇനി നെക്സ്റ്റ് ജൂലൈയിൽ അവധിക്ക് വരുമ്പോൾ വേണം ആറ്റിൽ പോയി കുളിക്കാൻ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ, പക്ഷേ കുളിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, അവിടെ ഞാൻ വണ്ടി നിർത്തി. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് അവിടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര, ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ആരും കൊതിക്കുന്നൊരു റോഡാണ് കേട്ടോ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, പൊൻകുന്നത്തു നിന്ന് നേരെ എന്താ പറയുന്നത്, പുനലൂർക്കുള്ള റോഡ് പിടിച്ച് പോയാൽ മതി. അങ്ങ് മണിമല വരെ നല്ല സൂപ്പർ റോഡാണ്. പുഴയൊക്കെ കണ്ട് എന്ത് ഭംഗിയായിട്ടാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ. അപ്പോൾ ഞാൻ ഓർത്തുന്നാൽ കുറച്ച് നേരം അതുവഴി നടന്ന് വീഡിയോ എടുത്തേക്കാന്നേ. അപ്പോൾ അവിടെ കുറച്ച് പുല്ലുവെട്ടുകാരുണ്ടെന്ന്. പുല്ലുവെട്ടുകാരെ കണ്ടപ്പോൾ ഞാൻ ചാടിക്കയറി വണ്ടിയിൽ. കാരണം അവർക്ക് പുല്ല് വെട്ടാൻ പറ്റത്തില്ലല്ലോ, ഞാനവിടെ നിന്ന് ശല്യം ചെയ്യുന്നതുകൊണ്ട്. സുഹൃത്തുക്കളെ, ഇതുവഴി നേരെ പോയാൽ എൻ്റെ വീട്ടിലോട്ട് ചെല്ലാം. പക്ഷേ ഈ കശ്മലൻ അത് വീട്ടിൽ പോയാലോ, ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാം ജസ്റ്റ്. എടാ, ഈ വീട് നേരെ ചെല്ലുന്ന ഈ വഴി നേരെയല്ല നമ്മുടെ വീട്ടിലോട്ടോ. അപ്പോൾ അവിടുന്ന് പുറകോട്ട് പോയാലും എൻ്റെ വീട്ടിൽ ചെല്ലാവേ. ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ മതി. നമ്മുടെ 4 മൈൽ എന്ന് പറഞ്ഞ ചാംതാലിനൊക്കെ മുമ്പുള്ള സ്ഥലം. ഇവിടുന്ന് പോവുകയാണെങ്കിൽ അവിടെയാണ് എൻ്റെ വീട്. ഞാൻ ജസ്റ്റിനോട് പറഞ്ഞു നമുക്ക് കോഫിയൊക്കെ കുടിച്ചിട്ട് പോകുന്നത്. ജസ്റ്റ് സമ്മതിച്ചില്ല. അത് തന്നെയല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പോകുന്ന സ്ഥലത്തിലും ഇരുട്ടാവും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആറിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരുന്നു ഇപ്പോഴേ. ഇനിയിപ്പോൾ ഇത് മണിമലയ്ക്ക് പോകുന്ന റൂട്ടാണ്. മൂലപ്പളമൊക്കെ കഴിഞ്ഞിട്ട് ഇതുണ്ട്. ഇപ്പോൾ ഈ സൈഡിലായി ആറ്. ഇവിടുന്ന് വേണേൽ ചങ്ങനാശ്ശേരിക്കും നമുക്ക് തിരിഞ്ഞു പോകാം. അങ്ങനെ അവിടെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ടെന്ന്, അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, മണിമല പെരുന്നാളിൻ്റെ കൊടിയല്ലോ, എന്നാ പറഞ്ഞേ, പൂക്കൊടിയല്ല, ഞാൻ മറന്നു കേട്ടോ. മണിമല പെരുന്നാളിന് കെട്ടിയതൊക്കെ ഇപ്പോഴും ഉണ്ട്. നോക്കി, മണിമല പെരുന്നാൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. കിട്ടി കൊച്ചിൻ്റെ പേര് കിട്ടി എന്ന് പറഞ്ഞ പോലെ കിട്ടി കേട്ടോ. അതിൻ്റെ പേരാണ് മുത്തുക്കൊട. ഈ പെരുന്നാളിനും ഒക്കെ എടുക്കുന്നൊരു കൊടയാണ് കേട്ടോ. അതൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതാണ് മണിമല ഹോളി മാഗി പള്ളി. അതിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പം നമ്മുടെ സ്കൂളിൻ്റെ ബസ് പോകുന്നുണ്ട്. ഹോളി ഫാമിലി ഇൻ്റർനാഷണൽ സ്കൂൾ, നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളാണ്. നമ്മുടെ ഇടവകയുടെ, നമ്മുടെ പള്ളിയുടെ അവിടെയാണ് ആ സ്കൂൾ ഇരിക്കുന്നത്. എനിവേ, അങ്ങനെ അങ്ങ് പോയപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഹോസ്പിറ്റലില്ലേ, അവരുടെ പുതിയ ബ്രാഞ്ച് ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യാൻ പോയത്. മണിമലയ്ക്കും കരിക്കാട്ടൂരിനും പോകുന്ന റൂട്ടാണേ. ജേഡു ഇവിടെ നിന്നാ പ്രദർശനം മതി. അമ്മ പഠിച്ച സ്കൂള് കാണണോ? അമ്മ പഠിച്ച സ്കൂള് ഇവിടെ നിന്ന് മണ്ഡലം. അപ്പോഴാണ് ഇവിടെ അല്ല, അമ്മ +2 പഠിച്ചത് ഇവിടെ കണ്ടോ. ഇവിടെ നിന്ന് മണ്ഡലോട്ട് പോകുമ്പോൾ കരിക്കാട്ടൂർ സ്കൂളുണ്ട്. അതാണ് കരിക്കാട്ടൂർ കവല. അവിടെ കരിക്കാട്ടൂർ ചാവറ സ്കൂളുണ്ട്.
അവിടാണ് ഞാൻ +2 പഠിച്ചത്. ഞാൻ ജെഡുവിനെ കാണിച്ചു കൊടുക്കും. അതുവഴി അങ്ങ് മണ്ടലോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ സ്കൂള്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ സ്കൂളിൻ്റെ അതുവഴിയൊക്കെ പോയി കാണിക്കാം. ഈ പ്രാവശ്യം പോകാൻ നേരമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഈ ഒരു കവലയുടെ പേരാണ് പൊന്തമ്പുഴ കവല കേട്ടോ. കരിക്കാട്ടൂർ കഴിഞ്ഞ് കരിമ്പനക്കുളവും കഴിഞ്ഞിട്ട് അടുത്തതാണ് പൊന്തമ്പുഴ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കണ്ടോ, പിന്നെ വനം തുടങ്ങുക. ഇത് ആ റോഡ് മണ്ടലോട്ട് പോകുന്നത് എരുമേലിക്ക് അതുവഴി പോവാം. ഇങ്ങോട്ട് നേരെ ഈ റൂട്ട് റാന്നിക്ക് പോവാം, അല്ലെങ്കിൽ പ്ലാച്ചേരി എന്ന് തിരിഞ്ഞു പോവാം എരുമേലിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എവിടെ പോകുന്നതെന്ന്. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാട്ടിൽ പോകുന്നത് ഫോറസ്റ്റ് എന്നൊക്കെ വേണം സ്റ്റൈലിൽ പറയാം അല്ലേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ അടുത്തുള്ളൊരു വനം എന്ന് പറയാം, പൊന്തമ്പുഴ വനം. ആ പൊന്തമ്പുഴ വനത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള ഏക വനം, പണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ ഈ കോട്ടയം ജില്ലയുടെ ഏക വനം പൊന്തമ്പുഴ വനം വന്നായിരുന്നു കേട്ടോ. അല്ല, പക്ഷേ കോട്ടയം ജില്ല ഇവിടം കൊണ്ട് തീരും. ഈ പൊന്തമ്പുഴ വനം കഴിയുമ്പോൾ പിന്നെ പ്ലാച്ചേരി തൊട്ട് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടം കൊണ്ട് ഈ വനം കഴിയുമ്പോൾ കോട്ടയം ജില്ല തീരുക. അങ്ങോട്ട് പിന്നെ പത്തനംതിട്ട ജില്ലയാണ്. പണ്ടൊക്കെ ഈ വനത്തിൽ കൂടെ പോകാനായിട്ടുണ്ടല്ലോ ഭയങ്കര സ്മെല്ലായിരുന്നു, വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട്. പക്ഷെ ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വന്യജീവികളൊന്നുമില്ലാത്ത സേഫായിട്ടുള്ള വനമാണ്. ഭയങ്കര ഘോര വനം എന്നൊക്കെ പറയാം അല്ലേ. ഭയങ്കര ഇടതൂർന്ന മരങ്ങളൊക്കെ ഉള്ള വനം. നമ്മൾ മറ്റേ ബത്തേരിയൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ വനം. ഇതും ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ ഭയങ്കര മരങ്ങളൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞ് ഭയങ്കര തിക്കായിട്ടുള്ള മരങ്ങൾ, ഭയങ്കര വലിയ മരങ്ങൾ, നമ്മൾ നിന്നാൽ കാണുകയില്ലാത്ത സൈസിൽ ഉള്ള മരങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ പോയ സമയത്ത് അവിടെ കുരങ്ങനെ കണ്ടുകൊണ്ട് ആരാണ്ട് വേസ്റ്റ് ഇട്ടിട്ട് കുരങ്ങൾ വന്നെടുക്കുന്ന പാവങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എന്താ പറയണ്ടേ, ഒത്തിരി അവിടെ അധികം വേസ്റ്റ് ഇല്ല. റോഡ് സൈഡിൽ ആരും ഇട്ടിട്ട് പോയേക്കുന്ന ഇതുണ്ടോ. ഇവിടെ കൊണ്ട് നമ്മുടെ കോട്ടയം ജില്ല കഴിഞ്ഞു, പത്തനംതിട്ട ജില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. അപ്പം പിന്നെ ഞാൻ ഓർത്തു വനം ഒന്നുകൂടെ തിരിച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വനത്തിൽ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്തു കേട്ടോ. അതങ്ങനെ ഫോട്ടോ എടുക്കാൻ കയറാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് വെച്ചാൽ ഈ വനത്തിൽ അങ്ങനെ കയറാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. ചെറിയ സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. ഞങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു തടി ലോറി പോകുന്നു. ഞാൻ ജസ്റ്റ് വിളിച്ചു വനത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണോ, അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. ഞാൻ ജസ്റ്റ് ഫണ്ട് പറഞ്ഞുള്ളൂ. കണ്ടോ വനത്തിനകത്ത് കണ്ടോ ഒരു കുഞ്ഞ് ആറല്ല ഒരു തോടൊക്കെ പോകുന്നുണ്ട്. നല്ല രസമല്ലേ, എന്നെ രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വനം. എനിക്ക് എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വനത്തിൽ കൂടെ പോകാമെന്നുള്ളത് അതുകൊണ്ടോ. വനത്തിനകത്തൊരു വീടൊക്കെ ഇരിക്കുന്നുണ്ടോ, അത് ആ പൊന്തമ്പുഴ തുടങ്ങുന്ന സമയത്ത് ആരുടെ വീടാണ് കേട്ടോ. വനത്തിനകത്തൊരു വീട് ആദിവാസികളുടെ ഒന്നുമല്ല, ആരോ മനുഷ്യരവിടെ വെച്ചേക്കുന്നതായിരിക്കും. പട്ടയൊന്നും കാണുകയില്ലായിരിക്കും. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വനം നമ്മുടെ കോട്ടയം ഫോറസ്റ്റ് ഡിവിഷൻ എരുമേലി റേഞ്ചാണെന്ന് തോന്നുന്നു. റേഞ്ചിലുള്ള വനമേഖലയാണ് പൊന്തമ്പുഴ വനം. ഞാൻ ചില വീഡിയോയ്ക്ക് അതൊക്കെ പറഞ്ഞിട്ടില്ലേ, പൊന്തമ്പുഴ വനം പോലെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ വനം കഴിഞ്ഞു. ഈ സൈഡ് ഇവിടെ പ്ലാച്ചേരിയാണ്. ഇവിടെ കൊണ്ട് പത്തനംതിട്ട ജില്ല സ്റ്റാർട്ട് ചെയ്യും. നമ്മളങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ കയറി. പക്ഷേ നമ്മൾ തിരിഞ്ഞ് പ്ലാച്ചേരിയിൽ നിന്ന് പിന്നെയും അപ്പോൾ ജസ്റ്റ് ഉണ്ടോ, ഞാൻ ഓർത്ത് തിരിച്ച് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഉണ്ടോ നമുക്ക് തിരിച്ച് പ്ലാച്ചേരിയിൽ നിന്ന് മണ്ടലോട്ട്, ഇത് എരുമേലി പോകുന്ന റൂട്ടാണേ. അങ്ങനെ മണ്ടലോട്ട് പോകുന്നു, പ്ലാച്ചേരി കൂടെ വനത്തിൽ കൂടെ. ഇവിടെ രണ്ട് സൈഡിലും വനം വരുന്നുണ്ട്, അല്ലാത്ത കുറേ ഏരിയ വരുന്നുണ്ട്. ഈ വനവും നല്ല അതിൻ്റെ തന്നെ ഭാഗം കേട്ടോ. ഈ വനം അങ്ങനെ അങ്ങോട്ടാണ് മണ്ടലോട്ട്, നമ്മുടെ എന്താ പറയുന്നത് ശബരിമല വനം അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാം. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ സൈഡിൽ കണ്ടോ എസ്റ്റേറ്റ്, ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റ്, ചെറുവള്ളി എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വനത്തിൽ കൂടെ ഞങ്ങൾ എല്ലാ വർഷവും, ഞാൻ പറഞ്ഞില്ലേ എല്ലാ വർഷവും വരുമ്പോൾ. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, പക്ഷേ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റോഡിൽ ഭയങ്കര തിരക്കാട്ടോ. ഇപ്പം അയ്യപ്പന്മാരുടെ കേരളത്തിൽ നിന്നുള്ള വണ്ടികളല്ല ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. നമ്മുടെ ഇവിടുന്ന് അടുത്ത എരുമേലി, അപ്പോൾ പോകാൻ എളുപ്പമുണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി വണ്ടി. എനിക്ക് തോന്നുന്നത് പുനലൂർ സൈഡിൽ നിന്ന് വരുന്ന അവിടെ ഇല്ലേ തമിഴ്നാട്, അവിടെ നിന്ന് വരുന്നവരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ സൈഡിലുള്ള വനത്തിൽ കൂടെ പോകാൻ നല്ല രസമാണ്. ഞാനും ജസ്റ്റിയും കുറച്ച് നേരമൊക്കെ ഇറങ്ങി. ഇതുണ്ടോ സ്വാമിമാർ നടന്നു പോകുന്നത് വനത്തിൽ കൂടെ അല്ല, റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുക ചെരുപ്പൊന്നും ഇടാതെ. ഞാൻ പുറത്ത് എന്ത് പാടല്ലേ, നല്ല ചൂടത്ത് ചെരുപ്പൊന്നും ഇല്ലാതെ അവർ 40 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് പാവം മനുഷ്യർ. അപ്പം ഞാൻ അവരുടെ പുറകെ വണ്ടി നിർത്തുക ഞങ്ങളവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വളവാണ്, നല്ല ഒത്തിരി വണ്ടി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തണ്ട ലിറ്റി, നല്ല തിരക്കാന്നൊക്കെ. പക്ഷെ വനം കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ പണ്ടൊരു വനവാസിയായിരുന്നോ എന്നൊരു ഡൗട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ. എല്ലാവർക്കും ഇഷ്ടമല്ലേ വനം കാണുക എന്ന് പറയുന്നത്. അത് എന്നെപ്പോലെ വനം കാണാൻ, വനം പിന്നെ പഴയ വീടുകൾ, പഴയ തറവാട് വീടുകൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേറ്റവും ഇഷ്ടം വനം കാണുക, വനത്തിൽ കൂടെ പോവുക, വനത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുക. എല്ലാ വർഷവും ഞങ്ങൾ പോകുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ പ്ലാച്ചേരിയിൽ നിന്ന് എരുമേലിക്ക് പോകുന്ന റൂട്ടാണ്. അവിടെ നിന്ന് ചുമ്മാ ഞാൻ വണ്ടി വരുന്നതുകൊണ്ട് നോക്കുന്നുണ്ട്, ജസ്റ്റിനോട് പറയുന്നുണ്ട് ലിറ്റി ചുമ്മാ റോഡ് നിന്ന് സർക്കസ് കാണിക്കരുത്. അതും അയ്യപ്പന്മാരുടെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള വണ്ടികളെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വരുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വനത്തിൻ്റെ പ്രത്യേകത, നമ്മൾ മുത്തങ്ങ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് വനത്തിൽ നിന്നൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, കാരണം വന്യജീവികളുണ്ട്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ എനിക്ക് തോന്നുന്നത് കുറച്ച് കുരങ്ങന്മാരേ ഉള്ളൂ. ഉൾവനത്തിൽ അകത്തോട്ടൊക്കെ പോകണ ചില മാനയൊക്കെ കാണും, പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല, അറിയില്ല. ചെടിക്കൂട്ടൻ എനിവേ ഫോറസ്റ്റാന്ന് പറഞ്ഞ് പേടിയായതുകൊണ്ട് പുള്ളി വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു, ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പിന്നെ വനം കണ്ടപ്പോൾ ഭ്രാന്തായതുകൊണ്ട് ഞാൻ ചുമ്മാ അതുവഴിയൊക്കെ ഇറങ്ങി. പക്ഷേ ഉണ്ടോ അവിടെ മുഴുവൻ വേസ്റ്റൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞില്ല ഈ അയ്യപ്പന്മാരുടെ സീസൺ ആയതുകൊണ്ടല്ലോ, എല്ലാ അയ്യപ്പന്മാരെന്ന് പറയുന്നില്ല, പക്ഷേ ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ വരുന്നവരുണ്ടല്ലോ, ഒത്തിരി വേസ്റ്റ് വനത്തിൽ വലിച്ചെറിയുന്നുണ്ട്. കഷ്ടമുണ്ട്. അല്ല സാധാരണ അങ്ങനെ ഇവിടെ വേസ്റ്റ് ഒന്നും ഉള്ളതല്ലേ, പക്ഷേ ഇതിപ്പോൾ അപ്പടി വേസ്റ്റാണ്. ആൾക്കാർ ചുമ്മാ അവിടെ ക്യാമറയൊക്കെ ഉണ്ടായിട്ടും എത്ര 25,000 രൂപ ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒത്തിരി വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ എന്നെപ്പോലെ ഒരു 10 പേര് നിന്നാൽ, 10 പേരില്ല അത് ഇച്ചിരി കൂടിപ്പോയല്ലേ, ഒരു 5 പേര് നിന്നാൽ കാണത്തില്ല അത്രയും സൈസിലുള്ള മരമൊക്കെ. ഞങ്ങൾ പോയത് ഒരു ഈവനിങ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴൊക്കെ പോകണേ കുറേയേറെ സമയം വനത്തിൽ സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്ത്. ഇപ്പോൾ തന്നെ സൺസെറ്റൊക്കെ ആയി, ഇരുട്ടായി. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ വഴി മുഴുവൻ അയ്യപ്പന്മാരുടെ വണ്ടിയുടെ ഒഴുക്കെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ സീസണും കൂടെ അല്ലേ, ഇനിയിപ്പോൾ മകരവിളക്കൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ വനത്തിൽ കൂടെ അങ്ങോട്ട് പോയപ്പം അവിടെ ഒരാൾ കരിക്ക് വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റിനോട് ചോദിച്ചു കരിക്ക് വേണമെന്ന്. ഞാൻ പറഞ്ഞു കരിക്ക് വേണം. വനത്തിൽ നിന്നുള്ള കരിക്കൊന്നുമല്ല, ഒരു പാവം പിടിച്ച മനുഷ്യൻ അവിടെ ഉണ്ടോ, അവിടെ ഒരു തേക്കോ ആഞ്ഞിലോ അങ്ങനെ എന്തൊരു മരം നിൽക്കുന്നു നോക്കി, എന്നാ വലുപ്പമാണ്. അവിടെ നമ്മൾ ആ തേങ്ങ കരിക്ക് കുടിക്കാൻ നിന്നിടത്ത് ഒരു നല്ല അരുവിയുണ്ടോ, കാട്ടരുവി എന്നൊക്കെ പറയുന്ന പോലെ, നല്ല രസമല്ലേ. ചുമ്മാ വനത്തിൽ കൂടെ ഒക്കെ വന്ന് അരുവി കൂടെ ഒക്കെ ചാടി. സേഫാണെന്നൊന്നും എനിക്കത്, പക്ഷേ ഞാൻ പറഞ്ഞില്ല ഈ റൂട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അവിടെ ഞങ്ങൾ കരിക്കൊക്കെ വാങ്ങിച്ചു. അപ്പം നിങ്ങൾ ചോദിക്കും നമ്മൾ കുടിച്ച കരിക്കിൻ്റെ വേസ്റ്റും ആ മനുഷ്യൻ കാട്ടിലോട്ടല്ലേ എറിഞ്ഞതെന്ന്. അല്ല കേട്ടോ, ആ മനുഷ്യൻ അതെല്ലാം ഞങ്ങളോട് പറഞ്ഞ് കാട്ടിലെറിയരുത് എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്ത്, കാരണം പോലീസുകാരുടെ ചെക്കിംഗ് ഒക്കെ കാണുമേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അതൊക്കെ അയാൾ അവിടെ തോട്ടിലോട്ടൊന്നും വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ, ഒരു പാവം മനുഷ്യനാണ്. അവിടെ നിന്നപ്പം ഞാൻ ഓർത്തത് കണ്ടോ മൊത്തം വേസ്റ്റ്. കഷ്ടമുണ്ട്. ഈ വനത്തിൽ ഇങ്ങനെയൊന്നും വേസ്റ്റ് ഇടരുത് അല്ലേ. കുരങ്ങന്മാരും എന്താ പറയുക വന്യജീവികൾ വലിയായിട്ടില്ലെങ്കിലുമേ, വനം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ ഒരു സ്വത്തല്ലേ, എന്ത് നല്ല. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുമുണ്ട്, ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇടരുത്, 25,000 രൂപ ശിക്ഷയുണ്ടെന്നൊക്കെ. ആര് കേൾക്കാനായിട്ടാണ്. ചിലപ്പോൾ എനിക്കൊന്ന് മലയാളത്തിൽ എഴുതിയത് അന്യ സംസ്ഥാനക്കാർക്ക് മനസ്സിലാഞ്ഞിട്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ മലയാളികൾ നമ്മളല്ലാത്ത സീസൺ ഇതുവഴി പോയി ഇത്രയും വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പണ്ടൊക്കെ ഇടുമായിരുന്നു, പ്രത്യേകിച്ച് പൊന്തമ്പുഴ വനത്തിലൊക്കെ ഈ കന്നുകാലികളെയൊക്കെ അറുത്തിട്ട്, കന്നുകാലികളല്ല ഈ അത് ഇറച്ചിക്കടയിൽ നിന്നൊക്കെ കൊണ്ട് വേസ്റ്റ് ചെയ്തിട്ടുമായിരുന്നു പണ്ടൊക്കെ. പണ്ട് ഞങ്ങളതുവഴിയൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ പോകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു, രാത്രിയൊന്നും പോകാൻ പോലും പറ്റില്ല, പേടിയോ. പക്ഷെ ഇപ്പോൾ അവിടെ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ വേസ്റ്റ് ഒന്നും ഇടാറൊന്നുമില്ല. കരിക്ക് കിട്ടിയ ആക്രാന്തത്തിൽ നല്ല കരിക്കായിരുന്നു കേട്ടോ. അപ്പം ഞാനോർത്തു ഒരു കരിക്കും കൂടെ വാങ്ങിച്ചേക്കാം. അങ്ങനെ 2 കരിക്കൊക്കെ കുടിച്ച് ഞാനും ജസ്റ്റിൻ കുറേ നേരം എൻജോയ് ചെയ്തൊക്കെ നിന്ന്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് അങ്ങ് പോകുമ്പോൾ അങ്ങ് വനം തീരുവാണേ. പിന്നെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ഉണ്ടൊരു നല്ലൊരു അരുവി, 2 അരുവി ചേരുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് നേരത്തെ നമ്മൾ പോയപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലമായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇത് സീസൺ ഇതായതുകൊണ്ട് ആൾക്കാരെല്ലാം അവിടെ ഇരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് പൊതിയും വേസ്റ്റും ഒക്കെ. ഇതുണ്ടോ ഈ ഒരു സ്ഥലം, പണ്ട് ഇവിടെ എല്ലാം നന്നായിട്ട് മണ്ണൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിരുന്നു. ആ സൈഡിൽ നമുക്ക് ഇരിക്കാനും ഇറങ്ങാനും ഒക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ അപ്പോൾ വൃത്തികേടൊക്കെ ആയിട്ട് കിടക്കുക. വലിയ വൃത്തികേടൊന്നും ഇല്ല, പക്ഷേ ആ ഒരു ഭംഗിയില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കരിക്കൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ട് വനത്തിൽ കൂടെ തന്നെ പോയി. എരുമേലി വരെ ഇല്ല, പക്ഷേ എരുമേലി എല്ലുന്നിടം വരെ ഏകദേശം ഒത്തിരി വനമുണ്ട് കേട്ടോ. നല്ല പൊന്തമ്പുഴ വനം കഴിഞ്ഞിട്ട് അടുത്ത പ്ലാച്ചേരി വനത്തിൽ കൂടെ അങ്ങ് പോയി. അങ്ങനെ വനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് എരുമേലി കയറിയില്ലേ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് കാഞ്ഞിരപ്പള്ളിക്കുള്ള റൂട്ട് എടുത്തു, ഒരു കുറുക്ക് വഴി കൂടെ. കാരണം എരുമേലിയിൽ ഇപ്പോൾ പേട്ടതുള്ളലിൻ്റെ സമയമായതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷേ എരുമേലി ടൗണിൽ കയറിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടോ, എരുമേലി വന്നപ്പോഴത്തേനും മുഴുവൻ അയ്യപ്പന്മാരുടെ വണ്ടി. എന്നാലും വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല. മുഴുവൻ അയ്യപ്പന്മാരെല്ലാം വന്ന് വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് ഭയങ്കര പാടാണ്. എരുമേലി ടൗണിൽ ചെന്ന് നമ്മൾ എന്നാണേലും പെടും കേട്ടോ, അത്രയും തിരക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എരുമേലിക്ക് വലിയ ദൂരമൊന്നുമില്ല. നമ്മുടെ അടുത്തുള്ളവർക്ക് മലയ്ക്ക് പോകാൻ എളുപ്പമല്ലേ. പക്ഷേ ഇതിപ്പോൾ പേട്ടതുള്ളലിൻ്റെ സമയമായതുകൊണ്ട് എരുമേലി വന്നിട്ടായിരിക്കും എല്ലാവരും, എരുമേലി വന്ന് പേട്ട തുള്ളിയിട്ടായിരിക്കും മിക്കവരും ശബരിമലയ്ക്ക് വന്നുകൊണ്ട്. എരുമേലി ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. എരുമേലി ചെന്നപ്പോഴാണ് എൻ്റെ നാത്തൂൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ വഴിയിലാണ് നമ്മൾ ചെന്ന് കയറുന്നത്. പക്ഷേ നാത്തൂൻ്റെ വീട്ടിലൊന്നും പോയില്ല, ക്ഷമിക്കുക. എൻ്റെ നാത്തൂനൊരു എരുമേലിക്കാരിയാണ്. ഇതുണ്ട് ഈ പാലത്തിൻ്റെ കടിയിലുണ്ട് എന്തോരം ആൾക്കാരാണ് കുളിക്കുന്നതെന്ന്. ഇത് മണിമലയാർ ആണെന്ന് എനിക്ക് തോന്നുന്നത്, മണിമലയാറാണെന്ന് തോന്നുന്നു. ഇതിനങ്ങേപ്പുറം ഈ പാലം ചെന്ന് കയറുന്നത് നേരെ ചെറുവള്ളി എസ്റ്റേറ്റിലോട്ടാണ്. ഇതാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. ഭയങ്കര ഒരു വലിയ എസ്റ്റേറ്റാണ്. കോട്ടയത്തും ഒക്കെ പത്തനംതിട്ടയൊക്കെ ഉള്ളവർക്കറിയാം, വലിയൊരു എസ്റ്റേറ്റാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. മുഴുവൻ റബ്ബർ, കുറേ റബ്ബറൊക്കെ വെട്ടി, കുറേ അടുത്ത് കൈതച്ചൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു ഭാഗത്ത് ഇത് ഇനി കുറേ ദൂരം നമുക്ക് ചെറുവള്ളി എസ്റ്റേറ്റ് കൂടെ പോകാനുണ്ട്. ഇവിടെയാണ് നമ്മുടെ നിയുക്ത വിമാനത്താവളം.
ശബരിമല വിമാനത്താവളം വരാൻ പോകുന്നതെന്ന് പറയുന്നു. വരുവാണെങ്കിൽ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. നോക്കി വെച്ചു. ഞങ്ങൾ ഇനി എറണാകുളവും ട്രിവാൻഡ്രം ഒന്നും പിടിക്കില്ല. ഇനി ഇവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ വന്നാൽ ഇവിടെയാണ് എൻ്റെ നാത്തുവിൻ്റെ വീട് കേട്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ടേൺ എടുത്ത് നേരെ തിരിച്ചു പോന്നു. അതുകൊണ്ട് ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം വന്നാൽ ഞങ്ങളൊന്നും പിടിച്ചാൽ കിട്ടുകയില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹാഫ് ആൻ അവർ മാത്രം നേരത്തെ, ഹാഫ് ആൻ അവർ അല്ല, ചെക്കിങ്ങിന് ഹാഫ് ആൻ അവർ മുമ്പേ മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. പക്ഷേ എന്ന് എയർപോർട്ടാവുമെന്ന് മാത്രം അറിയത്തില്ല. എത്രയും പെട്ടെന്ന് ആയാൽ മതിയായിരുന്നല്ലേ. ഇതുണ്ടോ എസ്റ്റേറ്റിൽ കൂടെ ഉള്ള വഴി. ഇവിടെ മുഴുവൻ റബ്ബർ എസ്റ്റേറ്റാണ് കേട്ടോ. വീടുകളൊന്നും തന്നെ അങ്ങനെയില്ല. എസ്റ്റേറ്റിൽ കൂടെ ഒത്തിരി ദൂരം പോകാനുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ കാഞ്ഞിരപ്പള്ളി ടൗണിൽ വന്നേ. AKGM സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ ജേടുക്കൂട്ടൻ പറഞ്ഞു, ജേടുക്കൂട്ടനെ കാഞ്ഞിരപ്പള്ളിയിലെ KFC കയറി KFC വെക്കണം. സത്യം പറഞ്ഞ ഈ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് KFC ഒന്നും കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് ഓർത്തു അങ്ങനെ വന്ന് കാഞ്ഞിരപ്പള്ളി കയറി കൊച്ചിന് KFC ഒക്കെ വാങ്ങിച്ച് നമ്മൾ പാഴ്സലെടുത്തു. കൊച്ചിന് വീട്ടിൽ അമ്പിളിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പാഴ്സലൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. ഞാനും ഒരു KFC കഴിച്ച് നോക്കി കേട്ടോ. പക്ഷേ അബുദാബിയിലെ അത്രയും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് അവിടെ അബുദാബിയിലെ പോലെ കോൾസ്ലോയ്, ഫ്രഞ്ച് ഫ്രൈസ്, പെപ്സി ഒന്നും ഇതിലൂടെ ഫ്രീ കിട്ടത്തില്ല. ഇവിടുത്തെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇവിടെ വിലക്കുറവൊക്കെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ KFC ഒക്കെ വാങ്ങിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ പൊൻകുന്നം വന്നു. മുമ്പേ കാട്ടിക്കൂടെ പോയപ്പോൾ മൃഗങ്ങളൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു ആനയെ ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഏത് ആനയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അങ്ങനെ പൊൻകുന്നം കഴിഞ്ഞ് പതുക്കെ നമ്മൾ വീട്ടിലോട്ട് പോന്നു.